മലയോര മേഖലയിൽ CPM-നും സഹകരണ സ്ഥാപനത്തിനുമെതിരെ ജനം ടിവിയും കോൺഗ്രസ് നേതൃത്വവും വ്യാജവാർത്ത സൃഷ്ടിച്ച് വ്യാപകമായി കള്ളപ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് CPM നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ പാർട്ടി നേതാവായിട്ടുള്ള KD അഗസ്റ്റിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ ജനം ടിവി വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ മേലെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും KD അഗസ്റ്റിൻ തന്നെ ഇപ്പോൾ അവർക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. 4-5 വർഷം മുമ്പ് ഒരു മധ്യസ്ഥം പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ആക്ഷേപമായി ഉന്നയിച്ചിട്ടുള്ളത്. തികച്ചും വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യമാണ്. 40-45 വർഷക്കാലത്തിലേറെയായി വ്യത്യസ്ത മേഖലകളിൽ വളരെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനം നടത്തി വരികയാണ് KD അഗസ്റ്റിൻ. ഇന്നേ വരെ KD അഗസ്റ്റിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ ഉയർന്നു വന്നിട്ടില്ല. ഇങ്ങനെ അനാവശ്യമായി ആര് പറഞ്ഞു എന്നതും അല്ലെങ്കിൽ എവിടെ നിന്നാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ലാതെ ഈ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ പ്രദേശങ്ങളിലാകെ ഉയർന്നു വരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ ആ കൂട്ടത്തിൽ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ കാര്യമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് ചെറുപുഴ ടൗൺ വനിതാ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 2014-15 വർഷം ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ചില പരാമർശങ്ങളുണ്ടായിരുന്നു. ആ പരാമർശം എന്ന് പറയുന്നത് അവിടെ 2-3 ലക്ഷത്തിൽ പരം രൂപയുടെ കണക്കിലെ വ്യത്യാസം ഓഡിറ്റർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ക്രമപ്പെടുത്തണം എന്ന് അന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ ക്രമപ്പെടുത്തിയിരുന്നില്ല. ഇവർ മാത്രം വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമായിരുന്നില്ല. അത് കുറച്ചു കാലം നീണ്ടുപോയി. ഇപ്പോൾ ഒരു ഓഡിറ്റർ അത് വീണ്ടും പരിശോധിച്ച് എഴുതി വെക്കുന്നതായിട്ട്. പക്ഷേ ഇപ്പോൾ എഴുതി വെച്ചപ്പോൾ അന്ന് താൽക്കാലിക ചുമതല കൊടുത്തിരുന്ന അനില ദേവസ്യയുടെ പേര് പരാമർശിച്ചു. എന്ത് പണവും ഞാൻ കൈപ്പറ്റിയിട്ടില്ല എന്ന നിലപാടൊക്കെ സ്വീകരിച്ചുവെങ്കിലും പേര് പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി കാശെല്ലാം അടച്ച് അതും പ്രത്യേക കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ കണക്ക് വ്യക്തമായി പരിശോധിച്ച് അത് കണ്ടെത്തി പണം തിരിച്ച് കൊടുക്കാമെന്നുള്ള തരത്തിൽ തന്നെ കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പണമെല്ലാം നേരത്തെ തന്നെ 1 മാസം മുമ്പ് തന്നെ അടക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം പൂർണ്ണമായി അത് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് ഇതുപോലുള്ള റിപ്പോർട്ടുകളും ഒരുപക്ഷെ ഏതെങ്കിലും സെക്രട്ടറി അടക്കണം മറ്റെല്ലാം വളരെ സാധാരണമായ കാര്യമാണ്. പഞ്ചായത്തിനകത്ത് തന്നെ ചില സ്ഥലത്ത് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നെടുക്കുക ഇതുപോലെ ഏതെല്ലാം കാര്യങ്ങളുണ്ട് എന്നതെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്ന് പരിശോധിക്കണം. ഓഡിറ്റ് കണ്ടുപിടിച്ച് പരിശോധിച്ച് പരിഹരിച്ചു പോകുമ്പോൾ ഇതാണ് സാധാരണ ചെയ്യുന്ന പതിവ്. അതുപോലെ ഇവിടെയും അതിൻ്റെ റെക്ടിഫിക്കേഷൻ എല്ലാം പൂർണ്ണമായി നടത്തി കഴിഞ്ഞതാണ്. അതാണ് ഒട്ടിപ്പിടിച്ച് വലിയ തോതിൽ എന്തിനാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. ഈ പഞ്ചായത്തിൽ ഫലപ്രദമായ ഇടപെടലാണ് നടത്താൻ വേണ്ടി സാധിക്കും. വികസന രംഗത്ത് പ്രത്യേകിച്ച് സമീപ പ്രദേശങ്ങളിൽ തികച്ചും വ്യത്യസ്തമായിട്ട് 10-400 വരുന്ന വീടുകൾ ഒറ്റയടി പണി കഴിപ്പിച്ചപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. മന്ത്രിയെ ക്ഷണിച്ചിരിക്കുകയാണ്. അതുപോലെ കിലോമീറ്ററുകളോളം വരുന്ന വൈദ്യുതി ലൈൻ വലിച്ച് മാതൃക കാണിച്ചതാണ് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു എന്നത് തന്നെ UDF-ന് പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ ഉൾക്കിടലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി ഓഫീസ് CPM-കാർ മാത്രം വരുന്ന ഓഫീസല്ല. ഇവിടെ BJP-യുടെ, കോൺഗ്രസിൻ്റെ, UDF-ന്റെ, വ്യാപാരികളുടെ അങ്ങനെ വ്യത്യസ്ത ആളുകൾ ഞങ്ങളെ അടുത്ത് മധ്യസ്ഥന് വരാറുണ്ട്. എന്തുകൊണ്ടാണ് വരുന്നത്
കൃത്യമായ നിലപാട് സ്വീകരിച്ച് വസ്തുതാപരമായി കാര്യങ്ങൾ നിർവഹിച്ചു പോകും എന്നുകൊണ്ടാണ്. അങ്ങനെ നിരവധിയായ കോൺഗ്രസ്സുകാരുടെ വിഷയങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ശരിയായ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിൽ പരാതിക്കാരും അതിനെ പ്രതിയും അവരെല്ലാം ഈ പാർട്ടിയുടെ ഇതിന് മധ്യസ്ഥം പറയുന്നവരുടെ നിലപാടിനെ കണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന ഒരു പ്രദേശമായിരുന്നു. ഇപ്പൊ അവര് പത്രസമ്മേളനത്തിലെല്ലാം പറയുന്നത് എന്തെങ്കിലും ഒരു വസ്തുതയുള്ള കാര്യമാണ്. കോറിക്കാരോട് മറ്റേ ബാറിനോട് എല്ലാം പണം വാങ്ങും. അതും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എന്നിട്ട് മലയോരത്തെ CPM-ന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ആർഭാട ജീവിതം സ്വീകരിക്കുന്നു. ഒരു പത്രത്തിന്റെ തലക്കെട്ടാണ്. എത്രമാത്രം അവകാശമാണ്. ആരാ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, ഇവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ ആള് ഏത് കേസിലാണ് പെട്ടിട്ടുള്ളത്? ഇപ്പോഴത്തെ BCC നിർവഹണ സമിതി അംഗത്തെ കുറിച്ച് നാട്ടിലാകെ ഞങ്ങൾക്കൊരു കത്ത് കിട്ടി. കത്തിന് ആളെ പേര് വെച്ചിട്ടില്ല. ഏതാണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. ആ കത്തിനെന്താ പറയുന്നത്? സ്വന്തം ജീവനക്കാരിയെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചെന്നാ അതൊക്കെ പണം കൊടുത്ത് തീർത്തത്. ഞങ്ങൾ ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാരണം ഞങ്ങളുടെ മുമ്പിൽ കൃത്യമായ തെളിവില്ലാത്തതുകൊണ്ടാണ്. അത്തരം ആളുകളാണ് വന്നിട്ട് പത്രസമ്മേളനം നടത്തി ഏറ്റവും നല്ല മാതൃകാപരമായ ജീവിതം നയിക്കുന്ന. അത് ഞങ്ങൾ ഇവിടുത്തെ മാത്രമല്ല, പൊതുവിൽ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും പൊതുജീവിതം മാതൃകാപരമാക്കുന്നത്. അതുകൊണ്ട് ബാറിനോട് പണം മുടിച്ചു, കോറിക്കാർ ഇതെല്ലാം വാങ്ങുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വെല്ലുവിളിക്കാൻ കഴിയും. ഞങ്ങൾ ഇവരിൽ നിന്നൊന്നും പണം വാങ്ങാറില്ല. ഞങ്ങളൊരു സംഭാവന പോലും ഇവരിൽ നിന്ന് വാങ്ങാറില്ല. അതുകൊണ്ടാണ് ഏറ്റവും നല്ല നിലപാട് സ്വീകരിച്ച് കോറിക്കെതിരായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിഞ്ഞത്. മറ്റെല്ലാവരും ആ സമരം നടക്കുന്നതിനിടയിലും അവരുടെയൊക്കെ പോയി ഫണ്ട് വാങ്ങിയവരാണ്. ഞങ്ങളങ്ങനെ വാങ്ങിയാൽ ഞങ്ങളായിപ്പോൾ കേസ് നടത്തുന്നത് പല കോറികളും. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഇടപെട്ടത് ന്യായമായി തീർക്കും. ചില ന്യായക്കേടുകൾ ഉണ്ടെങ്കിൽ നമ്മളതിന് വാങ്ങും. അങ്ങനെയാണ് സാങ്കല്പികമായിട്ട് ഒരു അമ്മയെയും മകനെയും സൃഷ്ടിക്കുന്നത്. ഇവർ പറയട്ടെ, ഇന്ന അമ്മ ഇന്ന മകൻ ഇന്നതാണ് പ്രശ്നം. സാങ്കല്പികമായി ഒരു കഥ മെനഞ്ഞ് ആ കഥയാണ് നമ്മുടെ നാട്ടുകാരൻ കൂടിയ അയാളാണ് കോഴിക്കോട് ലേഖകൻ ജനം TV-യുടെ. അദ്ദേഹം പറയുന്നത് ഒരു വിഷമവുമില്ലാതെ ഈ നവമാധ്യമത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിന്റെ അദ്ദേഹം ഇത് പ്രചരിപ്പിക്കുന്നത് എത്ര അല്പത്തരമാണെന്ന് അവരാലോചിച്ചാൽ മതി. അതുകൊണ്ട് ഈ വിഷയത്തിൽ KD അഗസ്റ്റിൻ ഈ കാര്യങ്ങൾ നിർവഹിച്ചു. ആ വിഷയം അങ്ങനെ എന്നിട്ട് പറഞ്ഞെന്താ, CPM പെരിങ്ങോ ഏരിയ കമ്മിറ്റി കമ്മീഷനെ നിയമിച്ചു. ഞങ്ങളുടെ പാർട്ടിയിൽ കമ്മീഷനിൽ നിശ്ചയിക്കണമെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്കും ഒന്നും ആവില്ല. അതുപോലും അറിയാതെയാണ് CPM 3 അംഗ കമ്മീഷനെ നിയമിച്ചു. എന്നിട്ട് അന്വേഷണം നടത്തുന്നു, ചോദ്യം ചെയ്തു വരുന്നു എന്നെല്ലാം പറയുന്നത് അങ്ങേയറ്റ അവാസ്തവമായ കാര്യമാണ്. അങ്ങനെ ഒരു സംവിധാനമില്ല. ഇപ്പൊ ഇന്നലെ ശശിയേട്ടൻ കൂടി പറഞ്ഞു ഒരു സ്ഥാപനത്തെക്കുറിച്ച്. ഇവിടെ ഒരു 10-20 കൊല്ലം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ CPM പെരിങ്ങോം ഏരിയ സെക്രട്ടറി P ശശിധരൻ, KP ഗോപാലൻ, KM ഷാജി, KD അഗസ്റ്റിൻ, KK ജോയി, KF അലക്സാണ്ടർ, RK പത്മനാഭൻ, CR കലാധരൻ എന്നിവർ പങ്കെടുത്തു. ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കേണ്ടവരാണോ ഈ ചെറുപുഴത്തെ കോൺഗ്രസ് നേതാക്കന്മാർ? ആരുടെയെല്ലാം കാര്യത്തിൽ KDS മധ്യസ്ഥം പറഞ്ഞിട്ടുണ്ട്? ഏതെല്ലാം സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ KDS മധ്യസ്ഥം പറഞ്ഞിട്ടുണ്ട്? അതിനെല്ലാം KDS 50,000 വെച്ച് പൈസ മേടിക്കുകയാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിഹത്യയുടെ പാടാണ്. അത് കോൺഗ്രസ് നേതാക്കന്മാർ ഏറ്റെടുക്കാൻ പാടില്ല. മേലുത്താന്തി കോറ, EML കോറ, ചൂരപ്പുഴ കോറ, 3 കോറയ്ക്ക് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ വക്കീല് അപര്യാപ്തമായതുകൊണ്ട് ഹരീഷ് വാസുദേവൻ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള പാരിസ്ഥിതിക പ്രവർത്തനെ കൂടി വക്കീലാക്കിയിട്ട് കേസ് നടത്തി കൂട്ടിച്ചത് CPM ആണ്. കോൺഗ്രസ് നേതാക്കന്മാരുള്ളതെന്ന് പറയാണ് കോറ മാഫിയോട് ഞങ്ങൾ പൈസ വാങ്ങി. രാജഗിരി കോറയ്ക്ക് LDF-ന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ഹൈക്കോടതിയിൽ പോവാണ്. ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ബാർ മുതലാളിമാരോട് പൈസ മേടിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ എലഗൻസ് ബാറിന് NOC കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണസമിതി ചെറുപുഴ പഞ്ചായത്ത് ഭരിക്കുമ്പോൾ ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് എന്ന് ഇവിടെ രഹസ്യമായ പരസ്യമാണ്. നമുക്ക് അത് സംബന്ധിച്ച് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം ഉറപ്പിച്ചറിയാം, ജനിച്ചതിന് ശേഷം 1 രൂപ ഏതെങ്കിലും ഒരാളോ പ്രശ്നം ഇന്നത് പരിഹരിച്ച് തരാം എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ ഈ പണി തേച്ച് മതിയാവും.
മനസ്സിലായില്ല? അതാണ് നമ്മുടെ ഗ്യാരണ്ടി. നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ പത്രക്കാരാണല്ലോ, അന്വേഷിക്കാൻ നല്ല മികവ് പ്രകടിപ്പിക്കുന്നവരാണ്. നിങ്ങൾ ഈ നാട് മുഴുവൻ അന്വേഷിക്കുക. എന്നിട്ട് 1 രൂപ KD അഗസ്റ്റിൻ വാങ്ങിയിട്ടുണ്ട് ഇന്നയാളോടെ ഇന്ന കാര്യത്തിന് എന്ന് പറഞ്ഞാൽ അതല്ലാതെ ആവശ്യമില്ലാതെ ഇങ്ങനെ പൊയ് വഴി വെച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിൻ്റെ തുടർച്ച വരാൻ പോകുക. കേരളത്തിൽ മാത്രമല്ല, ഇന്നലെ വരെ ചിലതൊക്കെ ശരിയാന്ന് വിചാരിച്ചു ഈ വാർത്ത. അവരെല്ലാം നിർത്തിയപ്പോൾ വന്നുകൊണ്ട് നിൽക്കുക. എല്ലാവരും നിർത്തി വരും. സത്യത്തിനെ നിലനിൽപ്പുള്ളൂ. ഈ കള്ളത്തരത്തിലൊക്കെ അഡ്വൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കുറച്ചാളിങ്ങനെ നാട്ടിൽ നിങ്ങൾ തട്ടി കളിക്കും, അതോടെ അത് അപ്രത്യക്ഷമാകും. അതുകൊണ്ട് അക്കാതെ നമുക്കൊരു ഭയവുമില്ല. ഇങ്ങനെ എമ്മാതി എത്ര വാർത്ത വന്നാലും ഈ രംഗത്ത് നിന്ന് പിന്മാറാനും തീരുമാനിച്ചിട്ടുണ്ട്. ധൈര്യമായി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ജനം ടിവിക്കെതിരായി നമ്മൾ കേസ് കൊടുക്കാൻ കാരണം പേരുൾപ്പെടെ എടുത്ത് പറഞ്ഞല്ലോ, ഇവിടെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വക്കീൽ നോട്ടീസിന്റെ കോപ്പി തന്നെ ഉണ്ട്. വക്കീൽ നോട്ടീസ് അയച്ചാൽ കോപ്പി എന്റെ അടുത്തുണ്ട്. ഇന്നിപ്പം മിക്കവാറായിരുന്നു വക്കീൽ നോട്ടീസ് കിട്ടിയേക്കും. രജിസ്റ്റേർഡ് പോസ്റ്റാണ്. മിനിങ്ങാന്നാണ് അയച്ചത്. മിനിങ്ങാന്ന് അയച്ചാൽ ഇന്ന് അത് കിട്ടും. നഷ്ടപരിഹാരത്തിന് കേസ് നമ്മൾ ഫയൽ ചെയ്യും. മാന്യമായ നിലയിൽ അതിനകത്ത് തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണം. ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരു വാർത്ത ഞങ്ങൾ വിട്ടതാണ് എന്ന് ക്ഷമാപണം നടത്തിക്കൊണ്ട് വന്നാൽ അത് പരിഗണിക്കും. അല്ലാത്ത പക്ഷം കോടതിയിലേക്ക് പോകും. അങ്ങനെ പാർട്ടി തീരുമാനിച്ചത്. ആ പാർട്ടിയുടെ തീരുമാനത്തെ അടിസ്ഥാനം പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. മാരുതി വാഗനാർ സമ്മാനമായി നേടൂ. ഡിസംബർ 15 മുതൽ മെയ് 30 വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ. മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു. കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും. ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.